എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇറാനിൽ നിന്ന് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പോലീസും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏതാണ്ട് 217 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയുള്ള ജിഹാദി ചാനലുകളോ ജിഹാദി യൂട്യൂബർമാരോ ഇത് അറിഞ്ഞിട്ടില്ല. അവർ അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, അമേരിക്കയെ ആക്രമിക്കും, അതിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിക്കുന്ന ഒരു ഉളുപ്പും നാണവുമില്ലാത്ത കുറേ ജിഹാദികളായ യൂട്യൂബർമാരുണ്ട്. അവർ രാവിലെ തൊട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇരുന്ന് ഇറാനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ കോമഡിയന്മാരാണ്. എന്നാൽ ഇറാൻ്റെ അവസ്ഥ അതിഗുരുതരമാണ്. 217 പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാനിലുള്ള ആളുകൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ്. അവർ തന്നെ അവരുടെ ആരാധനാലയങ്ങൾക്ക്, അതായത് മോസ്കുകൾക്ക് തീയിടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല മോസ്കുകളും പ്രക്ഷോഭകാരികളായിട്ടുള്ള ഈ മുസ്ലിം ജനത തന്നെ അവരുടെ ആരാധന കേന്ദ്രങ്ങളെ തീ വെച്ച് നശിപ്പിക്കുകയാണ്. അങ്ങനെ തീ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആരാധനാലയത്തിലുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ, അതുപോലെ മറ്റ് പള്ളികളിൽ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളൊക്കെ കത്തി നശിക്കുകയാണ്. അപ്പോൾ നിരവധി മോസ്കുകൾക്ക്, അതായത് മുസ്ലിം പള്ളികൾക്ക് അവർ തന്നെ തീ വെച്ചു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. എന്നാൽ ഈ ആയത്തുള്ള അലി ഖമേനി, അവിടുത്തെ ആത്മീയ ആചാര്യനാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രം, ഈ ഫോട്ടോ അത് കത്തിച്ച് ഇറാനിലുള്ള സ്ത്രീകൾ സിഗരറ്റ് വലിച്ച് പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തും കാണാത്ത ഒരു സംഭവമാണ് ഇറാനിൽ കാണുന്നത്. കാരണം പൊതുവെ ഇവർ സിഗരറ്റോ മദ്യമൊന്നും ഉപയോഗിക്കാത്തവരാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും ഇറാനിലുള്ള സ്ത്രീകൾ ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമേനിയുടെ ചിത്രം കത്തിച്ച് അതിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രതിഷേധമാണ്. അപ്പോൾ ഒരു രാജ്യം, അതായത് മുസ്ലിം മെജോറിറ്റിയുള്ള ഒരു രാജ്യം എത്ര മാത്രം തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. മോസ്ക്, അതായത് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചു എന്നുള്ളതാണ്. ഇറാനിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ല. 2, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ടില്ല. ഈ 2 കാര്യങ്ങളോടെ വരുമ്പോൾ ഇറാൻ എത്രമാത്രം പ്രക്ഷോഭകരമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇറാൻ്റെ അവസ്ഥ ഏതാണ്ട് കാര്യം തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖൊമേനി ഇത്രയും നാൾ ഇസ്രായേലിനെ പേടിച്ച് ബങ്കറിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ ഈ ഖൊമേനി ഒഴികെ ബാക്കിയുള്ള ഇറാൻ്റെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇവരുടെ നേതാക്കന്മാർ പല ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ്, മറ്റു ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. എന്നാൽ വൈദ്യുതി വിച്ഛേദിക്കുകയും ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തുകൊണ്ട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പരാജയവും ഇപ്പോൾ അവിടെ നേരിടുന്നുണ്ട്. എന്നാൽ അലി ഖൊമേനി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഇപ്രകാരം പറഞ്ഞു, അതായത് അമേരിക്കയുടെ കാര്യം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അതുമാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറി ആക്രമിച്ചാൽ തക്കതായ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ വലിയ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഈ ഇറാൻ പോലുള്ളൊരു രാഷ്ട്രം ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയും വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യത്തിൻ്റെ കാര്യത്തിന് ഏതാണ്ട് തീരുമാനമായി. ഇത് നശിച്ച് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്
ഈ റഷ്യക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചതിൽ ഒരു പ്രധാന കക്ഷിയാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ നേരിടേണ്ടി വന്നു. ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റഷ്യ ഇതുവരെയും ഉക്രൈനെ തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉക്രൈന്, അതുപോലെ മറ്റ് സമീപ രാജ്യങ്ങൾ, അമേരിക്ക, ഇസ്രായേൽ, ഈ രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ സകല വെടിക്കെട്ടും തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇറാൻ്റെ മേലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തെ വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ തീവ്രവാദത്തെ വളർത്തുന്നത്? ലോകത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെല്ലാം ഫണ്ടിങ് ചെയ്യാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. പിന്നെ മറ്റു പല ആളുകൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മറ്റു പലതുണ്ടെന്ന് പറയപ്പെടുന്നെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. അവർ തീവ്രവാദികളാണ്. അവർ തീവ്രവാദികളായതുകൊണ്ട് തന്നെ അവരുടെ പല ആളുകളും ഇന്ന് തീഹാർ ജയിലിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിങ് നൽകുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും അതുപോലെ ഈ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്ത് അവരെ തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിക്കും ഈ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ എല്ലാ രാഷ്ട്രങ്ങളുടെയും എതിരായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ പോലെ, ഖത്തർ പോലെ മറ്റ് മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. എന്നാൽ ഈ ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം പലപ്പോഴും അവിടെയുള്ള ആളുകളും ഈ തീവ്രവാദത്തിന് ഫണ്ടിങ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഇറാൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വൻ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. ഔദ്യോഗികമായ കണക്കാണ് 217 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത്. അനൗദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് അതിൽ 10 മടങ്ങാണ്, 100 മടങ്ങിലധികമാണ്. കടകമ്പോളങ്ങൾ മുഴുവൻ അടച്ചു, ഇലക്ട്രിസിറ്റി, അതുപോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളില്ല. അവിടെയുള്ള മോസ്കുകളെല്ലാം തീവെച്ച് നശിപ്പിക്കുന്നു. അവിടെയുള്ള വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ തീവെച്ച് നശിപ്പിക്കുന്നു. അങ്ങനെ വൻ പ്രക്ഷോഭത്തിൽ ഒറ്റ കാര്യമുള്ളൂ: ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലുക, വധിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നാട് കടത്തുക. എങ്ങനെയെങ്കിലും ഈ ഇസ്ലാമിക് മതതീവ്രവാദിയായ ഈ ആയത്തുള്ള അലി ഖമേനി എന്ന ഇസ്ലാമിക് മതതീവ്രവാദിയെ വധിക്കുക, താഴെ ഇറക്കുക, അല്ലെങ്കിൽ നാട് കടത്തി ആ രാജ്യം സ്വതന്ത്രമാക്കിയെടുക്കുക. ഇസ്ലാമിക് മതതീവ്രവാദികളുടെ പിടിയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുക. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. സ്ത്രീകളെ വെറും ഭോഗവസ്തുക്കളായി മാത്രം അടിമകളായി വെച്ച് ചൂഷണം ചെയ്ത് സ്ത്രീകൾ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എന്നും പുരുഷന്മാർക്ക് ഭോഗവസ്തു മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഈ ജനത, അവിടെയുള്ള സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. അവർ പരസ്യമായിട്ട് തന്നെ അവർ ധരിച്ചിരുന്ന ഹിജാബും പർദ്ദയും വലിച്ചൂരി എറിഞ്ഞ് കത്തിച്ച് കളയുകയാണ്. ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അലി ഖമേനിയുടെ ചിത്രം കത്തിച്ച് അവർ സിഗരറ്റ് വലിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം, അപ്പം ഇവർ പറയുന്നത്, ഈ ഖമേനി പറയുന്നത് അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അമേരിക്ക ഇവിടെയുള്ള ജനത്തെ ഇളക്കി വിടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു രാജ്യം കയറി അവിടെയുള്ള ജനത്തെ ഇളക്കി വിടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക്. അപ്പോൾ സ്വന്തം രാജ്യത്തിലുള്ള ജനങ്ങളെ പോലും വിശ്വാസത്തിൽ എടുക്കാൻ കഴിവില്ലാത്ത, ഒരു കഴകത്തില്ലാത്ത ഒരു വ്യക്തിയായി ഈ ഖമേനി മാറിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വിശ്വാസമില്ലാത്ത, ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഖമേനിനെ കൊല്ലണം, വധിക്കണം. അല്ലാതെ ഈ പ്രശ്നത്തിന് യാതൊരു പരിഹാരം ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നാട് കടത്തണം. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ നമ്മളും ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം, തീവ്ര ഇസ്ലാമിക് രാജ്യം, അതായത് ഇസ്ലാമിക് ശരീഅത്ത് നിയമം പിന്തുടരുന്ന ഒരു രാജ്യത്തിൻ്റെ അധപ്പതനമാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ
2047 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കണം എന്ന് പരിശ്രമിക്കുന്ന കുറേ ജിഹാദികൾ ഇവിടെ കിടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയ പാർട്ടിയൊക്കെ കയറി വരുന്നുണ്ട്. വാസ്തവത്തിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമാണ്, എന്നിട്ട് ചൂഷണമാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മതരാഷ്ട്രം വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായ സ്റ്റെപ്പുകൾ എടുത്തിരിക്കുന്നത്. ഈ അടുത്തിടെ തന്നെ IS ബന്ധപ്പെട്ട ഒരാളെ കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ അടുത്ത നാളുകളിൽ രൂപീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തീവ്രവാദികളാണ്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ പതനം നമ്മൾ കാണുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ഇസ്ലാമിക് ഭൂരിപക്ഷം വന്നാൽ, അവരുടെ ഭരണം വന്നാൽ നമ്മുടെ നാടിനും സംഭവിക്കാൻ പോകുന്ന ഗതികേട്. അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഈ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.